അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 5000 വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ഇറാഖിലെ ഉർ പട്ടണത്തിൽ ജനിച്ച് ജീവിക്കുകയും ലോകത്തെ 3 സെമിറ്റിക് മതങ്ങൾക്ക് അവരുടെ ആചാര്യനെന്ന്, അവരുടെ നേതാവെന്നവർ സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്ത മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ അനുസ്മരിക്കുകയാണ് നമ്മളൊക്കെ. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും മനുഷ്യചരിത്രം ഒരിക്കലും ഓർക്കാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം. കേവലം നാട്ടിലെ ബിംബനിർമ്മാണം ജോലിയായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ മകനായി പിറന്ന് മലകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഗ്രാമീണതയുടെ ഏറ്റവും സൂക്ഷ്മമായ ഒരവസ്ഥയിൽ ജീവിച്ചൊരു വ്യക്തിയെ ലോകം അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുമരിലെ ഘടികാരം ഇങ്ങനെ അതിൻ്റെ സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു മിനിറ്റിൽ പോലും ഇബ്രാഹിം അലൈഹിസ്സലാം സ്മരിക്കപ്പെടാതെ പോകുന്നില്ല. എന്താണ് കാരണം? ലോകത്ത് നമ്മൾ നമസ്കാരം നിലക്കുന്നൊരു സമയമല്ല. മൊത്തം ഭൂമിയുടെ എല്ലാ ഭാഗവും എടുത്തു കഴിഞ്ഞാൽ ബാങ്കും നമസ്കാരവും നിലക്കുന്ന സമയമേ ഇല്ല. സ്വാഭാവികമായും നമസ്കരിക്കുമ്പോഴൊക്കെ നമസ്കാരത്തിലെ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. മാത്രമല്ല, പ്രഭാത പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ബിക അസ്ബഹന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേര് വെച്ചിട്ടാണ്. സഹോദരങ്ങളെ, ഇത്രയും ഉന്നതമായ രീതിയിൽ ഓരോ നിമിഷത്തിലും ഓർമ്മ ഗോപുരങ്ങളും പിന്നെ അതുപോലെ തന്നെ റോഡുകൾക്ക് പ്രത്യേക പേരും പ്രത്യേക മെമ്മോറിയൽ കെട്ടിടങ്ങളും ഒന്നും ഇല്ലാതെ മനുഷ്യചരിത്രം ഈ മഹാമനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ദിനത്തിലാണ് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി ഒരുമിച്ച് കൂടുകയാണ്. ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം അത് നിങ്ങളോടും ചോദിക്കുകയാണ്. ഇന്നലെയും ഇന്നും തമ്മിൽ നമുക്കുള്ള വ്യത്യാസം എന്താണ്? ഇന്നലെയും ഇന്നും തമ്മിൽ നമുക്കുള്ള വ്യത്യാസം എന്താണ്? ഇന്നലെ നമുക്ക് നല്ല വസ്ത്രം ഉണ്ടായിരുന്നു, ഇന്നും നമുക്ക് നല്ല വസ്ത്രമുണ്ട്. ഇന്നലെ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, ഇന്നും നമുക്ക് നല്ല ഭക്ഷണമുണ്ട്. പിന്നെ ആഘോഷമാണെങ്കിലോ സന്തോഷമാണെങ്കിലോ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല വസ്ത്രം എന്നത് പെരുന്നാളിൻ്റെ സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ പെരുന്നാൾ നമുക്ക് സവിശേഷമാകണമെങ്കിൽ, ഈ പെരുന്നാൾ ആഘോഷിക്കാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കണമെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉയർത്തിയ ആ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയെ കുറിച്ച് ഖുർആൻ നടത്തിയൊരു പ്രയോഗം, ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയിൽ നിങ്ങൾക്ക് ശരിയായ മാതൃകയുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയിൽ മാതൃകയുണ്ട് എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, സെലിബ്രിറ്റികൾ, ഇവരുടെയൊക്കെ കുടുംബവിശേഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഒരു പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും, അതിനെക്കുറിച്ച് നോക്കും, അതിൻ്റെ കമൻസ് വായിക്കും. പുതിയ തലമുറയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ ഒന്ന് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞാൽ, ഇന്നയാൾ അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യം ആദ്യമായി പറയുന്നു എന്നൊരു ടൈറ്റിൽ കണ്ടാൽ അത് നമ്മൾ ശരിക്കും കേൾക്കും, അല്ലേ? അത് നമ്മൾ ആസ്വദിക്കും. ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന അത്യത്ഭുതകരമായ ചരിത്രത്തിൻ്റെ അത്യത്ഭുതകരമായ മാതൃകയുടെ പ്രതീകത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ, ചരിത്രമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് പൂർണ്ണമായി നമ്മളിവിടെ മനസാന്നിധ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചില മെസ്സേജുകൾ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്ക് മാതൃക വേണമെന്ന നിലക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ചരിത്രം ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? പടച്ചോൻ പറഞ്ഞതാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമയിൽ മാതൃക ഉണ്ട്. എന്തിനുണ്ട്? നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലക്കുണ്ട്. ആ മാതൃക എടുക്കാത്തവരെ കുറിച്ച് ഞാൻ ഇന്നിവിടെ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയ ആയത്തതായിരുന്നു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ആ മാർഗം ഒഴിവാക്കുന്ന ആളുകൾ, ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വയം വിഡ്ഢികളാകുന്ന വ്യക്തികൾ മാത്രമേ ആ മാർഗം ഒഴിവാക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് പകർത്താവുന്ന ഒരു 5-6 മാതൃകകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദ് എന്ന ഏകഛത്രാധിപതിയോട് പോരടിച്ചു.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കാലിൽ ഒരു മുള്ളു കുത്തിയാൽ അതിൻ്റെ വേദന എത്രയാണ്? ഒന്ന് മൈഗ്രെയിൻ വന്നാലുള്ള വേദന എത്രയാണ്? പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സഹിച്ചത് എന്തൊക്കെയാണ്? കത്തുന്ന തീയിലേക്ക് അദ്ദേഹത്തെ എടുത്തെറിയാൻ തീരുമാനിച്ചു. ദൂരത്ത് നിന്ന് തോണ്ടിയിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന രൂപം ഉണ്ടാക്കിയത്. കാരണം അതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ചെല്ലുന്ന വ്യക്തി കത്തിപ്പോകാൻ മാത്രം അത്ര തീവ്രമായ തീയായിരുന്നു. പക്ഷെ അദ്ദേഹം അവർ തോണ്ടണീൻ്റെ മുമ്പൻ അതിലേക്ക് കടന്നു കയറി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലിയാ നാറു കൂനി ബർദൻ വല സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് തണുപ്പേകണം തീയെ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ തീക്കുണ്ടാരത്തിൽ 3 ദിവസം അതിൽ താമസിച്ചു എന്നാണ്. ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം പുറത്തേക്ക് വന്നു. പക്ഷേ റബ്ബ് പറഞ്ഞ നിർദ്ദേശം അദ്ദേഹം അംഗീകരിക്കുകയാണ്, 100% അംഗീകരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു മനോനില അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയത്? നമ്മളും ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മൾ ജീവിക്കുന്ന പുതിയ സാമൂഹിക പരിസരത്തിൽ ഒരു വിശ്വാസിയായി ജീവിക്കുക, ഒരു വിശ്വാസിയായി മരിച്ചു പോകുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രതിസന്ധിയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ കുടുംബങ്ങളിൽ നിസ്കരിക്കാത്ത കുട്ടികളുണ്ടായി വന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ പരസ്യമായി ഫേസ്ബുക്കിൽ കമൻ്റ് ഇടും, ഐ ആം ആൻ എക്സ് മുസ്ലിം, ഞാൻ ഇന്നലെ വരെ മുസ്ലിം ആയിരുന്നു, ഇന്നു മുതൽ മുസ്ലിം അല്ല. എനിക്കറിയാം, ഒരു ഡോക്ടർ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ 3 ദിവസമായി ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഞാനൊരു ടീച്ചറെ പ്രസംഗം കേട്ടതാണ്. ആ പ്രസംഗം കേട്ടപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം എനിക്ക് കിട്ടണം, എനിക്ക് നിസ്കരിക്കാൻ പറ്റണില്ല. എൻ്റെ ഭർത്താവിന് നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹത്തിന് സൂക്ഷ്മതയുള്ള മനുഷ്യനാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂപ്പരെ കൂടെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം മൂപ്പരെ പറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഡയലോഗ് എന്നുള്ള പേരിൽ യുക്തിവാദികൾക്കെതിരിൽ, നിരീശ്വരവാദികൾക്കെതിരിൽ ഒരു പ്രോഗ്രാം സീരീസ് ആരംഭിക്കുന്നതിൻ്റെ വിവിധ കാരണങ്ങളിൽ ഒരു കാരണം ഈ ഫോൺ കോൾ ആയിരുന്നു. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും പ്രാർത്ഥിച്ചത് എന്താ? പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിലൊരു ഭയമുണ്ട്, ഭയക്കേണ്ടതുണ്ട്. എന്താ കാര്യം? ഒരാൾ ഇസ്ലാമിൻ്റെ പുറത്തേക്ക് പോകാൻ കുത്താറാത്തീബും കുത്തുബിയത്തൊന്നും തുടങ്ങുന്നും വേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയും വേണ്ട. ഇപ്പോൾ ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു പോസ്റ്റാണ് ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ബുഖാരിയിലെ ഹദീസ് ഇങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് അത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ പച്ചത്തെറിയാണ്. ഒരു തോട്ടത്തിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീയുടെ തോളിൽ പിടിച്ചു. അവരെഴുതെന്താണ്? ഒരു പെണ്ണിനെ പിടിച്ചു എന്നാണ്, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് മഅദുള്ള അവരുപയോഗിക്കുന്ന ഭാഷ. ഹദീസിലുള്ളത് ഒരു സ്ത്രീയുടെ തോളിൽ ഇങ്ങനെ തട്ടി, അപ്പോൾ ആ സ്ത്രീ കൈ തട്ടി. അപ്പോൾ കൊണ്ടുവന്ന സമ്മാനം ആ സ്ത്രീക്ക് കൊടുത്ത് പ്രവാചകൻ പോയി. മിമ്പറിൻ്റെ മുകളിൽ നിന്ന്, പള്ളിയിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു വാക്കുണ്ട്. പക്ഷേ എൻ്റെ വളരെ ചെറുപ്പക്കാരായൊരു 40 വയസ്സിൻ്റെ താഴെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ഞാൻ പറയാണ്, പ്രവാചകൻ അവരെ കളിക്കാൻ നോക്കി, ആ പെണ്ണ് പ്രവാചകനെ ഓടിച്ചു എന്നാണ് പ്രയോഗം. ഇത് കാണുമ്പോൾ, ബുഖാരിൻ്റെ ടെക്സ്റ്റൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടോ, എന്തേപ്പം ഇങ്ങനെ? ഈ ചിന്ത മതി ഇസ്ലാമെന്ന് പോയി, ഈ ചിന്ത മതി സുഹൃത്തുക്കളെ ഇസ്ലാമെന്ന് പോയി. നമ്മൾ പിന്നെ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് വിൽക്കുന്നുണ്ടാകും. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവസാനത്തെ 10-ൽ ഇശാസ്വല കഴിഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഹഫ്സ റളിയല്ലാഹുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ സൈനബ് ബീവിയോട് സംസാരിക്കുക. അപ്പോൾ അതിലെ 2 ആൾ പോകുന്നുണ്ട്, സ്വഹാബികൾ, ഇവിടെ വരും എന്ന് പറഞ്ഞു. ഇരുട്ടത്താ നിൽക്കണേ. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയാണ്. എന്തിനാണ് റസൂലുള്ളാഹി അവരെ അങ്ങനെ കാണിച്ചു കൊടുത്തത് എന്നുള്ള ഈ ഹദീസിൽ നിന്ന് ഒരുപാട് മസ്അല പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു മസ്അല എന്താ അറിയോ? ഇതിലെ പ്രധാനപ്പെട്ട ഒരു മസ്അല പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രവാചകനെ കുറിച്ച് തെറ്റായൊരു ചിന്ത അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കാരണം പ്രവാചകനെ കുറിച്ച് അങ്ങനെ തെറ്റായി ചിന്തിച്ചുകൂടാ. ഇനി ഈ ഹദീസിന്റെ കഥ എന്താ? ഈ ഹദീസിന്റെ തൊട്ട് താഴെയുള്ള ഹദീസിൽ അത് പ്രവാചകൻ നിക്കാഹ് ചെയ്ത പ്രവാചകന്റെ ഭാര്യയായിരുന്നു എന്നുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? മുകളിലെ ഹദീസ് കോട്ട് ചെയ്യണത്. മനസ്സിലായില്ലേ? ആ സ്ത്രീ എന്തിനാ കൈ തട്ടിയത്? ആ സ്ത്രീയോട് ആരൊക്കെയോ പറഞ്ഞു പ്രവാചകൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. ആ സ്ത്രീ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ വഞ്ചിക്കപ്പെട്ടു, പ്രവാചകൻ വന്നപ്പോൾ ഏതോ അസൂയുള്ള പെണ്ണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, പ്രവാചകൻ എന്നെ ഉപേക്ഷിച്ചു. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ, നിലപാടുകൾ അതിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സുറപ്പ് വേണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തൊരു കാര്യം ചെയ്യണം. അതെന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും ബോധ്യത്തോടെ ഇസ്ലാമിനെ പ്രവേശിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹീൽ മൗത, പടച്ചോനെ മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് എനിക്ക് കാണിച്ചു തരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം ചോദിച്ചപ്പോൾ പടച്ചോൻ ചോദിച്ചു,
മരിച്ചവരെ ജീവിപ്പിക്കണത് ഞാൻ കാണിച്ചെന്നാലേ ഇബ്രാഹിം നീ വിശ്വസിക്കുള്ളൂ? അല്ല പഠിച്ചോനെ, പക്ഷേ എനിക്കെൻ്റെ മനസ്സിനൊരു ഉറപ്പ് കിട്ടാനാണ്. 17-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടിയ ആളാണ് അദ്ദേഹം. ഏകഛത്രാധിപതിയായ നമ്രൂദിന്റെ രാജ്യത്താണ് തൻ്റെ പോരാട്ടം എന്ന ബോധ്യത്തിൽ നിന്നാണ് എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാമെന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞത്. ചരിത്രം ഞാൻ പറയണില്ല, നിങ്ങൾക്കറിയാം. ഒരു പക്ഷിയെ പിടിച്ചിട്ട് മുറിച്ചിട്ട് 2-3 പക്ഷികളെ പിടിച്ച് മുറിച്ചിട്ട് 3-4 മലകളിൽ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്തു, അതിനോട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ വന്നു. കണ്ണോട് അദ്ദേഹം അത് കണ്ടു. ഇത് നമുക്കുള്ള പാടെന്താ? നമ്മൾ ഇസ്ലാമിനെ പഠിച്ചും അറിഞ്ഞും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യ അജണ്ട എന്താകണം? പരലോകാകണം. ബൽ തുസിറുൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. പലപ്പോഴും നമ്മൾ സ്ഥിരം നിസ്കാരത്തിൽ കേൾക്കുന്ന ഒരു ആയത്താണിത്, അല്ലേ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ആയത്താണ് ബൽ തുസിറുൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. ഈ ആയത്ത് കേൾക്കുമ്പോൾ എന്നെങ്കിലും ഈ ആയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ആയത്ത് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? അവർ ദുന്യാവിനാണ് പ്രാമുഖ്യം നൽകുന്നത്. എന്നെന്നും ബാക്കിയാകുന്നതും നിലനിൽക്കുന്നതും ഒക്കെ പരലോകമാണ്. എന്നെന്നും ബാക്കിയാകുന്നതും നിലനിൽക്കുന്നതും പരലോകമാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഈ ആയത്ത് ഉദ്ധരിക്കുമ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരിക. അദ്ദേഹം കല്യാണം കഴിച്ച 1-ാമത്തെ രാത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം ഒന്ന് സ്പർശിക്കും മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ അപസ്മാരിളകി. അപ്പം അപസ്മാരിളകി, അത് ശബ്ദമൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ ഫാനൊക്കെ സ്പീഡിലിട്ട് ആ സ്ത്രീ ഉണർന്നെണീറ്റപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്നോട് പൊറുക്കണം, ഞാനൊരു അപസ്മാര രോഗിണിയാണെന്നുള്ള കാര്യം നിർബന്ധമായും നിങ്ങളെ അറിയിക്കണം ഞാൻ വാശി പിടിച്ചതാണ്. പക്ഷെ കുടുംബം അത് പറഞ്ഞില്ല. കാരണം കുറേ മുമ്പ് ഉണ്ടായതാണ്, പറയണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് പറയാതിരുന്നാണ്. എന്നെ ഉപേക്ഷിക്കരുത്. അപ്പം അദ്ദേഹത്തിന് വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാന്ന് ഓർമ്മ വന്നു. പരലോകം എന്നെന്നും ബാക്കിയാകുന്ന ഓർമ്മ വന്നു. അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, എടി സാരല്ല, നിനക്ക് സ്വർഗത്ത് പോണ അസുഖം. അദ്ദേഹത്തിനൊരു ഹദീസ് ഓർമ്മ വന്നു. പ്രവാചകന്റെ സദസ്സിൽ വന്നിട്ട് ഒരു സ്ത്രീ പറയുന്നുണ്ട്, നബിയെ ഇന്നി ഉസ്റഉ അതകശഫ്, എനിക്ക് നബിയെ അപസ്മാരുണ്ടായിട്ട് എൻ്റെ വസ്ത്രമൊക്കെ പോകും, എൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കണം. അപ്പം ലോകത്ത് അപസ്മാരബാധിതരായ ജനകോടി ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ പറഞ്ഞു. എല്ലാവർക്കും പ്രവാചകന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂലല്ലോ, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ പറ്റൂലല്ലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സബറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. പെട്ടെന്ന് അവർ ആഖിറത്താണ് വലുത് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? അവർ വേണ്ട, എനിക്ക് മാറണ്ട, എൻ്റെ വസ്ത്രം നീ ഒഴിവായി കിട്ടിയാൽ മതി. അപ്പോൾ അപസ്മാരമുള്ള ആളുകൾക്ക് എന്ത് സുഖം ഉണ്ടാവും ഞാൻ പറയുമ്പോൾ, അപസ്മാരമുള്ള കുട്ടിയുള്ള വാപ്പാക്ക് എന്ത് സുഖം ഉണ്ടാകും എന്ന് പറയുമ്പോൾ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാന്ന് മനസ്സിലാക്കി വെച്ചാൽ ഒരു പ്രശ്നമല്ല. പിന്നെ ജീവിതം ഏറ്റവും വലിയ ആശ്വാസത്തിലായിരിക്കും. ഞാൻ ഈ റമദാനിലെ അവസാനം ഒരു വ്യക്തിയെ ഫോണിൽ എനിക്ക് സംസാരിക്കണം. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മിമ്പറിൽ ഒരു ക്ലാസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ആ സന്തോഷം അദ്ദേഹത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് വീഡിയോ യൂട്യൂബിൽ നിന്ന് കേട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു. എനിക്കറിയാം നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മോനൊന്ന് ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഈ വാക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ എത്തിച്ചത്. സഹോദരന്മാരെ, എൻ്റെ ഫോണിൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം അയച്ചു തന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. മിമ്പറിൽ നിന്ന് ആ ഫോട്ടോ ഞാൻ എന്തിനാ തെരയണത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കൂല. ആ കുട്ടിൻ്റെ അവസ്ഥ എന്താ അറിയോ? അതാ ആ കുട്ടി എന്നെ മുന്നിൽ നിന്ന് കാണുന്ന ആളുകൾക്ക് കാണാം. ആ കുട്ടിൻ്റെ കൈയാണിത്, ആ കുട്ടിൻ്റെ കൈയാണ്. അവൻ്റെ കൈ സ്വയം കടിച്ചെടുക്കും, തല കൊണ്ടേറ്റ് ഇടിക്കും, ഉറങ്ങൂല. അവന് കടിച്ചെടുക്കുമ്പോൾ പിന്നെ പെയിനില്ല, ബ്ലഡ് വാർന്നൊഴുകി പോകും. 19 കൊല്ലമായിട്ട് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച, ക്രിക്കറ്റിൻ്റെ പാഡ് ഇങ്ങനെ കെട്ടിയിട്ട് അയിമേ 4-5 ലുങ്കി കെട്ടിയിരിക്കുകയാണ് ഈ കുട്ടി കടിക്കാതിരിക്കാൻ. മുമ്പ് നോക്കിയിരിക്കുകയാണ്. വീടും ഗേറ്റൊക്കെ നിങ്ങൾ കണ്ടാണ്ടല്ലോ, വീടും ഗേറ്റൊക്കെ നിങ്ങൾ കണ്ടാലേ ഒരാൾ ഒരു കിറ്റും കൊണ്ട് അങ്ങോട്ട് ചെല്ലൂല. പക്ഷേ വിദേശത്ത് സൗദി അറേബ്യയിൽ 6-7 ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യനൊക്കെ വിറ്റ് ഇപ്പോൾ മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ്. ഞാനിത് ഖുതുബി പറഞ്ഞപ്പോൾ ഏതോ ഒരു ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അയാളെ മരുന്നിൻ്റെ ഫുൾ പൈസ ഞാൻ ഏറ്റു കേട്ടോ, മരുന്നിൻ്റെ ഫുൾ പൈസ ഞാൻ ഏറ്റു. നിങ്ങൾ കേൾക്കണം, അദ്ദേഹത്തിന് കാർഡിയാക് ഇഷ്യൂ വന്നിട്ട് 5.5 ലക്ഷത്തിൻ്റെ സർജറി ഇപ്പോൾ കഴിഞ്ഞു. ആകെ ഒരു മോനുള്ളത് സൗദി അറേബ്യയിൽ ഇഖാമ പോയി കിടക്കുകയാണ്. പക്ഷെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോഴൊക്കെ അൽഹംദുലില്ലാ സാരല്ല ഉസ്താദേ നമ്മളങ്ങോട്ട് ആശ്വസിപ്പിക്കും. എന്താ കാരണം എന്നറിയും? വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകം എന്നെന്നും
ബാക്കി നിൽക്കുന്നതും ഖൈറുമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? അത് ആ ദീനിൻ്റെ ആ പോയിന്റ് പഠിച്ചതുകൊണ്ടാണ്. എൻ്റെ കുട്ടിക്കുള്ള ഈ അസുഖത്തെയും ചികിത്സിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഖൈറുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ പറയുക, ദീന് പഠിക്കണം. നമ്മൾ പാഞ്ഞു വന്ന് പിന്നെ വെള്ളിയാഴ്ച ഇരുന്നാണ് പോണൊരു പഠനം മാത്രം പോരാ. ഇപ്പോൾ ഈദിൻ്റെ ഖുത്ബ തുടങ്ങുന്നതിൻ്റെ മുൻപ് എല്ലാവരോടും പോകരുതെന്നൊന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? എന്താ കുറച്ചാൾ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം തരുമോ, പോണവർ പോയിക്കോട്ടെ എന്നാണ്. കാരണം ഇന്നത്തെ ദിവസം പോണവരെ പിടിച്ചിരുത്താൻ മസാലല്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ പറ്റിയ വേണ്ട പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ പറയാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ദീന് പഠിച്ചാൽ നമ്മൾ പുതിയൊരാളാകും. നോക്കൂ, നിങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 കൊല്ലം കൊണ്ട് സൂറത്ത് ബഖറ പഠിച്ച് 12 കൊല്ലം കൊണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരാടിനെ അറുത്തിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അദ്ദേഹം എങ്ങനെ പഠിച്ചിരുന്നത്? ഒരു ദിവസം കൃഷിയിടത്ത് പോകും. അന്ന് അദ്ദേഹത്തിൻ്റെ അയൽവാസി ക്ലാസ്സിൽ വരും. അന്ന് പഠിച്ച ക്ലാസ്സൊക്കെ റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ നിന്ന് പോയിട്ട് ഈ അയൽവാസി പറഞ്ഞു കൊടുക്കും. അയൽവാസിക്ക് വീട്ടിൽ കഴിക്കാനുള്ളത് അദ്ദേഹം കൃഷിയിടത്തുനിന്ന് കൊണ്ടുവരും. അടുത്ത ദിവസം അദ്ദേഹം ക്ലാസ്സിന് വരും, അയൽവാസി കൃഷിയിടത്തിലേക്കും പോകും. അങ്ങനെയാണ് അവരൊക്കെ പഠിച്ചത്. ഇനി നോക്കൂ നിങ്ങൾ, ഇന്നലെ ഞാൻ കണ്ടൊരു കൗതുകകരമായ കാര്യം എന്താ അറിയോ? ഈ ഖുത്ബ റഫർ ചെയ്യുമ്പോൾ കണ്ടൊരു കാര്യം, അഹ്ലുസുന്നന്റെ ഉലമാക്കളുടെ ഒക്കെ പേരിന്റെ അവസാനം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അബൂബക്കർ മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ആജുരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അഖീദയിലെ പ്രശസ്തമായ ഗ്രന്ഥമെഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഈ പേര് വന്നത് എങ്ങനെയെന്നറിയോ? അദ്ദേഹം ഇഷ്ടിക നിർമ്മാണവും വിൽപ്പനയായിരുന്നു മൂപ്പരെ പരിപാടി. ഇഷ്ടിക നിർമ്മാണവും അതിന്റെ വിൽപ്പനയും, അതിന്റെ ഇടയ്ക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത് റഹിമഹുല്ല എന്ന് ലോകം പറയുന്ന, ലോകത്തെ യൂണിവേഴ്സിറ്റികളിൽ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു ആലിമായി അദ്ദേഹം മാറി. നോക്കൂ നിങ്ങൾ, ഉസ്മാൻ ബിൻ സഈദ് അൽ ബഷാർ അബുൽ ഖാസിം അൽ അൻമാത്രി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് ആ പേര് വന്നെങ്ങനെ അറിയോ? വിരിപ്പിന്റെ കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് ബിൻ മഅ്മർ ബിൻ റുബൈ അൽ ബഹ്റാനി, ബഹ്റാനിന്റെ പേര് വന്നത് എന്തുകൊണ്ടാ? ദീർഘമായ കച്ചവടങ്ങൾക്ക് വേണ്ടി കടൽ യാത്രകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. മാത്രല്ല അൽ ഹസൻ ബിൻ അലി ബിൻ ഖൽഫ് അബു മുഹമ്മദ് അൽ ബർബഹാരി, ഇമാം ബർബഹാരി എന്ന് പറയാം, മരുന്ന് കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. അപ്പൊ എല്ലാവരും ഉപജീവനങ്ങൾക്കിടയിലാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു ഖുർആൻ പഠനത്തിന് 1 മണിക്കൂർ എല്ലാ ആഴ്ചയും വേണം. ഞാൻ മിനിമേ പറയുന്നുള്ളൂ. 2, നമ്മളെ നിസ്കാരം നമ്മൾ ആദ്യാവസാനം ശരിക്കും പഠിക്കണം. ഇതിനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പീസ് റേഡിയോ നല്ലൊരു വഴിയാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുറന്നിട്ടാൽ ഇഷ്ടം പോലെ കേൾക്കാം, ഒക്കെ പഠിക്കാം. ശരിയായ പഠനത്തിനുള്ള അവസരമാണ്. അപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വേഗം വരികയാണെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു വലിയ പാഠം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ പരലോകത്തെക്കുറിച്ച് ഓർമ്മയാണ്. ഞാനൊരു ആയത്തോതാ, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇങ്ങനത്തെ ഒരു മനസ്സ് എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പടച്ചോനെ പരലോകത്ത് തന്നെ നീ വഷളാക്കല്ല റബ്ബേ. നമ്മളിങ്ങനെ വിചാരിക്കും അല്ലേ? നമ്മളിങ്ങനെ വിചാരിക്കും, ഒരു സ്ഥലത്ത് ബില്ലടക്കാൻ ചെന്നിട്ട് അവിടെ ബില്ലടക്കാൻ പൈസ ഇല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പരലോകത്ത് ഞാൻ വഷളാകരുത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പരലോകം സത്യമല്ല സുഹൃത്തുക്കളെ. ജനിച്ചു വീണതും മുസ്ലിം വീട്ടിലായതുകൊണ്ടും ഉപ്പയും ഉമ്മയും മതത്തിന്റെ സ്ഥാനത്ത് ഇസ്ലാം എഴുതിയതുകൊണ്ടും ഒരു മുസ്ലിം പേരിട്ടതുകൊണ്ടും നമ്മൾ ആരും വിശ്വസിക്കണ്ട. മനുഷ്യർക്ക് മുഴുവൻ ബോധ്യപ്പെടും വിധം ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. എത്ര വ്യക്തമാണ്. മനുഷ്യ, നീ വിചാരിക്കൊണ്ട് എന്നെ വെറുതെ വിടുന്നു. എന്നിട്ട് ഖുർആൻ ചോദിക്കുക, ഉപ്പന്റെയും ഉമ്മന്റെയും ശാരീരിക ബന്ധത്തിൽ ഉപ്പാന്റെ ശരീരത്തിൽ നിന്ന് 20 കോടി മുതൽ 40 കോടി വരെ ബീജം പുറത്തേക്ക് വരും. അതിൽ നിന്ന് ജീവനുള്ള 20 കോടി മുതൽ 40 കോടി വരെയുള്ള ഇതിൽ നിന്ന് ഒരു ഒറ്റൊന്ന് ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്തെത്തുന്ന ഒന്ന് ഉമ്മാന്റെ അണ്ടവുമായി ചേരും. അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെ നിന്നെ ഉണ്ടാക്കിയ പടച്ചോനുണ്ടോ രണ്ടാമത് കൊണ്ടുവരാൻ പ്രയാസം എന്നാണ്. മനുഷ്യന്റെ കണ്ണിന്റെ ഉള്ളിൽ 2 കോടി കൊച്ചുപകരണം ഉണ്ട് ഒറ്റ കണ്ണിന്റെ ഉള്ളിൽ. ഇതുണ്ടാക്കി തന്ന റബ്ബിന് രണ്ടാമത് നമ്മളെ സൃഷ്ടിക്കൽ പ്രയാസകരമാണോ എന്ന ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് അതൊരിക്കലും പ്രയാസകരമല്ലെന്ന ബോധ്യത്തിൽ നിന്ന് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെ റബ്ബ് പുനർജീവിപ്പിക്കും. എങ്കിൽ അവിടെ
പരലോകത്ത് ഞാൻ രക്ഷപ്പെടുമെന്ന് പേടിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അവസ്ഥ എന്താ? അദ്ദേഹത്തെ അള്ളാഹു നബിയാക്കി, പിന്നെ അദ്ദേഹത്തെ റസൂലാക്കി, പിന്നെ അദ്ദേഹത്തെ ഉലുൽ അസ്മിൽ പെടുത്തി, അള്ളാഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാക്കി, ഒരു ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ചെയ്തു എന്ന് പറഞ്ഞു. ഇബ്രാഹിം അല്ലദീ വഫ, ഇബ്രാഹിം നബി സ്വലാം എല്ലാം നിർവഹിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. അദ്ദേഹം സ്വർഗത്തിലാണ്. ചെറിയ കുട്ടികളുടെ കൂടെ, ചെറിയ പ്രായത്തിൽ മരിച്ച കുട്ടികളുടെ കൂടെ സ്വർഗത്തിൽ അദ്ദേഹത്തെ കണ്ടു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം പേടിക്കുകയാണ്. നമുക്കോ? ഇങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം പക്ഷേ അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ ഉപ്പാനെ സ്വർഗത്തിലാക്കി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ. അപ്പൊ എന്താ അള്ളാഹ് പറഞ്ഞത്? ഇബ്രാഹിം അവകാശമില്ലാത്തത് ചോദിക്കരുത്, കാലിന്റെ ചോട്ടിലേക്ക് നോക്കുന്ന് പറഞ്ഞു. അപ്പോഴോ വാപ്പൊരു നികൃഷ്ട ജീവിയായി അങ്ങനെ നരകത്തിലേക്ക് ഉരുണ്ടുമറിഞ്ഞു പോകണം അദ്ദേഹം കണ്ടു. ഏത് ഔലിയാപ്പാപ്പ രക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ ഇരിക്കണത്? ഇത്രയും യോഗ്യനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശിർക്ക് ചെയ്ത വാപ്പാക്കു വേണ്ടി സംസാരിച്ചിട്ട് അതിൽ പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ ആര് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആളുകൾ നിൽക്കുന്നത്? മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, പ്രാർത്ഥനന്റെ ഒരു മെസ്സേജ് അദ്ദേഹം നൽകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, 80 വയസ്സായ ഒരു മനുഷ്യൻ ഈ സൊഫിൽ ഇരുന്നിട്ട് എന്നും ഇങ്ങനെ പടച്ചോനെ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേന്ന് പ്രാർത്ഥിക്കണത് നമ്മൾ കണ്ട നമ്മളെന്താ പറയാ? നമ്മളിങ്ങനെ ചൊല്ലിട്ട് പറയും പാവാണ്, ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് അല്ലേ? അസാധ്യമായൊരു കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അസാധ്യമായൊരു കാര്യം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോൻ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ. ഒന്ന് ചോദിച്ചപ്പോൾ 2 എണ്ണം കൊടുത്ത് പടച്ചോൻ കാണിച്ചത് എന്തിനാ? ഇബ്രാഹിം നബിന്റെ ദുഃഖം ശമിപ്പിക്കാൻ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും മൗന നൊമ്പരങ്ങൾക്കുള്ള ഉത്തരാണ്. ചോദിച്ചോളൂ പ്രിയപ്പെട്ടവരെ, റബ്ബ് നൽകും. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ചോദിച്ചാ പടച്ചോൻ തരും. പക്ഷെ എത്ര മിനിറ്റ് ചോദിക്കുന്നുണ്ട് നമ്മൾ? സമയം പലതും നിശ്ചയിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി, നിസ്കാരത്തിന്റെ ശേഷം, രാത്രിയുടെ 1/3 അങ്ങനെ പല സമയമുണ്ട്. ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദിച്ച 3 നിലക്ക കിട്ടുക. ചിലപ്പോൾ ചോദിച്ചത് തന്നെ കിട്ടും, കുട്ടീനെ കിട്ടിയില്ല. പക്ഷേ കുട്ടീനെ കിട്ടാത്ത ഒരാൾക്കുള്ള ഒരു പരിമിതി ഉണ്ടായില്ല. അങ്ങനെയാണ് ജീവിക്കാൻ പറ്റും. അതല്ലെങ്കിലോ ഒന്നുകിൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ അതിന് പകരം ഒന്ന് തരും, അല്ലെങ്കിൽ ഒരു ദുരന്തം ഒഴിവാക്കി തരും. ഇതൊന്നുമില്ലെങ്കിൽ പരലോകത്ത് നമുക്കൊരു അമലായിട്ട് അവിടെ ഉണ്ടാകും. അവിടെ റബ്ബിനോട് ചോദിച്ചാൽ നഷ്ടമല്ല. ചോദിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ. നമുക്കൊക്കെ പൊതുവേ സ്വകാര്യതയിൽ പടച്ചവനോട് ഒറ്റക്ക് സംസാരിക്കണം. മുനാജാത്തിന്റെ സമയം ഭയങ്കര കുറവാണ്. കാരണം എന്താ അറിയോ? മുനാജാത്തിൽ ഒരു ഹരം കിട്ടണില്ല. നമ്മളെ കൂട്ടുകാരൊന്നിച്ച് ഒരു ക്ലബിലിരുന്ന് വർത്താനം പറയുന്ന സുഖം പോലും പടച്ചവനോട് വർത്താനം പറയുമ്പോൾ കിട്ടണില്ല. എന്റെ കാരണം എന്താ അറിയോ? പാപങ്ങളുള്ള ഒരു മനുഷ്യന് മുനാജാത്തിന്റെ, റബ്ബുമായുള്ള സ്വകാര്യ സംഭാഷണത്തിന്റെ ആ ഒരു രുചി കിട്ടൂല എന്നാണ്. അത് പടച്ചവൻ എടുത്തു കളയുന്നതാണ്. പാപം ഉണ്ടാകുമ്പോൾ അത് കിട്ടുകയില്ല എന്നാണ്. മാത്രമല്ല, 4-മത്തെ ഒരു കാര്യം എന്താ അറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിജീവനത്തിന്റെ ഒരു മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. എന്താ അത്? ഹസ്ബുനല്ലാഹു, പറഞ്ഞോളൂ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നമ്മളൊക്കെ പറയാ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നോക്ക് നിങ്ങൾ, ആകാശത്ത് തീഗോളങ്ങൾ ഇങ്ങനെ പറന്നു വീഴുന്ന ഗസയിലെ മക്കൾ അതിജീവിക്കുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടാണ്. അബൂ ഖുറൈബ് തടവറകളിൽ പിന്നെ ഇസ്ലാമിന്റെ പേരിൽ കുറ്റം ചെയ്യാതെ അടക്കപ്പെട്ട മനുഷ്യർ അതിജീവിക്കുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്രതീക്ഷിതമായൊരു ദിവസം വീട്ടിലേക്ക് എത്തിയ ആംബുലൻസിൽ നിന്ന് പുറത്തേക്കിറക്കിയത് തന്റെ പ്രിയതമനെയാണെന്നറിഞ്ഞപ്പോൾ ആ പ്രിയതമന്റെ നെറ്റിയിൽ പോയി ചുംബനം കൊടുത്ത് ആൾക്കൂട്ടം പിന്നീട് വിധവയെന്ന് വിളിച്ച ആയിരക്കണക്കിന് വിധവകൾ അവരുടെ റൂമിൽ തനിച്ച് അതിജീവിക്കുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടാണ്. ഡയാലിസിസ് മെഷീനിന്റെ അരികിലേക്ക് കൈനീട്ടി നീണ്ട മണിക്കൂറുകൾ ഡയാലിസിസ് മെഷീനിന്റെ അരികിൽ കിടക്കുന്ന മനുഷ്യർ അതിജീവിക്കുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടാണ്. സ്വന്തം കുഞ്ഞിനെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് മനുഷ്യർ അതിജീവിക്കുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ പലർക്കും അത് കാലിഗ്രാഫിയിൽ ഇങ്ങനെ എഴുതിയിട്ട് കാറിലും വീട്ടിലൊക്കെ തൂക്കാനുള്ള ഒരു സാധനം മാത്രം. മറിച്ച് അത് ശരിക്കും ഉൾക്കൊണ്ടാൽ, നിങ്ങൾ നോക്ക്, അങ്ങ് ഗസയിൽ നിന്ന് എന്തൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നുണ്ട്, ഞാനൊരു ട്വീറ്റ് കണ്ടു. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഫോർവേഡ് തന്നതായിരുന്നു. പൊളിഞ്ഞു വീണ വീടിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, ഫലസ്തീനിലെ മനുഷ്യർക്ക് ഇന്നലെ പെരുന്നാളായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ എല്ലാവർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞാൻ ഇത് നേരെയാണ്, പിന്നെ ഈദിന്റെ ഗ്രീറ്റിംഗ്സ് നേരെയാണ്. അവർ ഈ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഭാര്യ ഉണ്ട്, എൻ്റെ മക്കളുണ്ട്.
ഞാൻ വിചാരിക്കുന്നു എൻ്റെ പെരുന്നാളിനേക്കാളും മനോഹരമാണ് അവരുടെ പെരുന്നാൾ. എൻ്റെ പെരുന്നാളിനേക്കാളും മനോഹരമാണ് അവരുടെ പെരുന്നാൾ. സ്വർഗത്തിലാണ് അവരുടെ പെരുന്നാൾ. നോക്കൂ നിങ്ങൾ, ഇത്രയും അതിജീവിക്കുന്നുണ്ട്. നമുക്കൊരു മൈഗ്രെയിൻ വന്നാൽ, എന്തെങ്കിലും ഒരു കച്ചവടത്തിലൊരു ചെറിയ നഷ്ടം വന്നാൽ, നമ്മളെ കുട്ടീൻ്റെ മാർക്കൊന്ന് കുറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. നമ്മൾ സൈക്കാട്രി മെഡിസിൻ കഴിക്കുകയാണ്. ഒരു ഫലസ്തീനിയായ ഒരു പെണ്ണ് മുഫ്തിയോട് ഫത്വ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു കുഞ്ഞ് അമ്മിഞ്ഞപ്പാല് കിട്ടാതെ മരിച്ചുപോയി, വേറൊന്നും കൊടുക്കാൻ പറ്റൂല, മരിച്ചുപോയി. ഇനി എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാനൊന്നുമില്ല. എൻ്റെ ശരീര അവയവങ്ങൾ മുറിച്ചെടുത്തിട്ട് വേവിച്ചു കൊടുക്കാൻ പറ്റുമോ, രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്തവസ്ഥയാണ് സഹോദരിമാരെ നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് ചൂടുള്ള മന്തി നമ്മൾ കഴിക്കുമ്പോൾ, വീട്ടിൽ പോയി ചൂടുള്ള മന്തി കഴിക്കുമ്പോൾ പുല്ല് തിന്നുന്ന അതേപോലെ തന്നെ പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കി വെച്ചിരുന്ന സാധനങ്ങൾ തിന്നുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. റഫാദിർത്തിയിൽ 2 മാസമായി കെട്ടിക്കിടക്കുന്ന 100 കണക്കിന് വാഹനങ്ങളുണ്ട്. ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ അതിനൊക്കെ അവർ അതിജീവിക്കുന്നത് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ കൊണ്ടാണ്. ആ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ കൊണ്ട് അവർ അതിജീവിക്കുന്നത് കണ്ടിട്ട് യൂറോപ്പിൽ എത്രയോ മനുഷ്യർ ഇസ്ലാം സ്വീകരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യൂറോപ്പിൽ വളരെ പ്രഗത്ഭരായ ചിലർ ഈ ഹസ്ബുനല്ലാഹ് എന്ന വാക്കിനെ കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും അവസാനത്തെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഹൃദയത്തിന് വിശാലത വേണം. തന്നെ തീയിലിട്ട് ചുട്ടരിച്ച ആ തീക്കുണ്ടാരത്തിലേക്ക് വിറകിൻ്റെ കെട്ടും കൊണ്ടുവന്ന വാപ്പാക്ക് വരെ പുറത്തു കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്നിട്ട് പടച്ചോനോട് ചോദിച്ചു, പടച്ചോനെ വാപ്പാനൊന്ന് സ്വർഗത്തിലാക്കണേ. നമ്മൾ പലരോടും പിണക്കത്തിലല്ലേ, നമുക്ക് പലരോടും വിയോജിപ്പുകളില്ലേ? വിയോജിപ്പുകളെ നമുക്ക് വിയോജിപ്പിൽ ചുരുക്കാൻ കഴിയണം. സംഘടന പിളർന്നു, കക്ഷിത്വമുണ്ടായി, കേസുകൾ നടന്നു, ജനറൽ ബോഡികൾ കൂടി, ബഹളങ്ങളുണ്ടായി. ശരിയാണ്, അതെ, അങ്ങനത്തെ നൈമിഷികതയിൽ പലർക്കും പലതും വന്നിട്ടുണ്ടാവും. അതൊക്കെ പരസ്പരം വിട്ടുമാപ്പാക്കാൻ പറയണം. വിയോജിപ്പ് എവിടെയാണ്? വിയോജിപ്പിന്റെ പോയിന്റിൽ അതിനെ ചുരുക്കണം. വിയോജിപ്പിന്റെ പോയിന്റിൽ ചുരുക്കണം. എനിക്ക് ഇന്ന കാര്യത്തിൽ നിന്നോട് സഹകരിക്കാൻ പറ്റൂല, ബാക്കിയെല്ലാം നമ്മൾ ഓക്കെ. അവിടേക്ക് എത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനമാണ്. നോക്കൂ നിങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം ഒരൊറ്റ കാര്യമാണ് ഉന്നയിച്ചത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹിന്റെ വചനമാണ്, അള്ളാഹിന്റെ സൃഷ്ടിയല്ല. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. വിശുദ്ധ ഖുർആനോ അള്ളാഹുവിന്റെ കലാമാണ്. ഈ ഒറ്റ വാദത്തിന്റെ പേരിൽ 100 കണക്കിന് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളെ അന്ന് രാജാവ് കൊന്നുകളഞ്ഞു, രാജാവ് ശിക്ഷിച്ചു. അല്ലേ? നിങ്ങൾ നോക്ക്, നമുക്കിപ്പോൾ എന്താ, അതിപ്പോൾ എന്താ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് എഴുതിയാൽ പോരെ? അവിടെ എഴുതിയിട്ട് പിന്നെ വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചാൽ പോരെ? നമ്മളെ കാലത്തും ഉണ്ടാവും ഇങ്ങനത്തെ ചില മസല, നമ്മളെ കാലത്തും ഉണ്ടാവും. പക്ഷെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി കൂട്ടിലേക്ക് കയറ്റുമ്പോൾ, ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ കയറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഗുരുക്കന്മാരും പറഞ്ഞു, അഹ്മദ്, അങ്ങെങ്ങാനും അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയാതെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ തിരുത്താൻ ഒരു പക്ഷെ ആളുണ്ടാവുകയില്ല കേട്ടോ. എന്താ കാരണം? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ പിന്നെ ഈ ഖുർആൻ കൊണ്ട് നമുക്ക് ഇസ്തിആദത്ത് എടുക്കാൻ പറ്റൂല, ഇതിലെ ദുആകൾ കൊണ്ട് നമുക്ക് തേടാൻ പറ്റൂല. കാരണം സൃഷ്ടിനെ കൊണ്ട് തേടാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ മസ്അല വളരെ ചെറുതായിരിക്കും, പക്ഷെ അതിന് ആഴത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ഇമാം അഹ്മദ് റഹിമഹുല്ലയെ ചാട്ടവാറ് കൊണ്ടടിച്ചു, ചാട്ടവാറ് നിലത്ത് വീണുപോയി, അയാൾ ക്ഷീണിച്ചിരുന്നു പോയി. ഒക്കെ കഴിഞ്ഞപ്പോൾ, ശിക്ഷ കഴിഞ്ഞപ്പോൾ, ശരീരം മുഴുവൻ മുറിവേറ്റ, എല്ലുകൾ പൊട്ടിപ്പോയ അദ്ദേഹം സൊഫിലിരുന്ന് അല്ലാഹുമ്മ തന്നെ ശിക്ഷിച്ച മഅ്മൂനിന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചരിത്രത്തിൽ കാണാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, തൗഹീദുള്ള ഒരു ജനതയെക്കുറിച്ച് അവർ ശിർക്ക് ചെയ്യുന്നവരാണെന്നും അവർ ജിന്നിനോട് പൂജിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ വേദന ഉണ്ടാകും, യാതൊരു സംശയമല്ല. ഒറ്റ ഉസാമന്റെ ഒറ്റ ചരിത്രം മതി നമുക്ക്. ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിൽ വെച്ച് അവിടെ കൊന്നു. അയാൾ വെട്ടേൽക്കണിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. കേട്ടോളൂ ശരിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടെ ഉസാമ റളിയല്ലാഹു അൻഹു പക്ഷേ വെട്ടി. പ്രവാചകന് അറിഞ്ഞപ്പോൾ ചോദിച്ചെന്താ അറിയോ? അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ പിന്നെയും കൊന്നൂലേ? നബിയെ, അയാളൊരു യുദ്ധതന്ത്രം എന്നുള്ളതിലേക്ക് പറഞ്ഞതാണ്. നിന്റെ അയാളെ ഹൃദയം നീ തുറന്നു നോക്കിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലേ? പിന്നെന്തിനാണ് അയാളെ കൊന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് വിശ്വസിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സമൂഹത്തെക്കുറിച്ച് അവരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സുഹൃത്തുക്കൾ ഓർക്കുക. ഈ പള്ളിന്റെ ഇവിടെ കൊണ്ടുവന്ന് ജനാസ വെക്കുമ്പോ
വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ മിക്കവാറൊക്കെ വിട്ടുകൊടുക്കും. ഒരു 500 രൂപ മുമ്പ് തരാണ്ട് കോട്ടയം ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണെന്ന ആക്ഷേപങ്ങൾ അതൊരിക്കലും വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഇല്ലെന്നത് ഓർക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ കീഴടങ്ങി. നമ്മൾ ഇന്നത്തെ ദിവസം ഈ സ്വഫൊന്ന് പഠിക്കേണ്ട എന്താ അറിയും? നമ്മൾ കീഴടങ്ങാത്ത എത്ര മസാലുണ്ട്. സ്വന്തം കുഞ്ഞിനിറക്കാനാ പറഞ്ഞത്. നമ്മൾ ഉളുഹിയത്തിന് പോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്തത് ആടും കുട്ടിനെ മൂരിക്കുട്ടിനെ അല്ല, തൻ്റെ കുട്ടിനെയാണ്. ഒരുപാട് കുട്ടിയുള്ള വാപ്പ അറുത്തതല്ല, ഏക കുട്ടിയുള്ള വാപ്പ. ഇനി ഒരു കുട്ടി ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വാപ്പ അറുത്തതാണ്. അന്ന് ഇസ്ഹാഖില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എങ്കിൽ അതിന് വിധേയപ്പെട്ട അദ്ദേഹത്തിന്റെ മാതൃക സ്വീകരിക്കുന്നവരാണ് നമ്മൾ. ആ മാതൃക സ്വീകരിക്കുന്നവർ ഉറ്റാലോചിക്കണം. കയ്യിലും ഊരയിലും ഒക്കെ ഏലസ് കെട്ടിയിട്ട് വീട് കന്നിമൂല പൊളിച്ചിട്ട് ഈ ഈദിന്റെ സൊഫിൽ പുതിയ കുപ്പായോട്ട് ഇരിക്കുന്നവരാലോചിക്കുക. നിങ്ങൾ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീലിന്റെ അർത്ഥം ഉൾക്കൊണ്ടവരല്ല. നിങ്ങൾ ജീവിതത്തിൽ തിരുത്തുകൾ ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് എല്ലാ മേഖലയിലും പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, സ്ത്രീകളോട് പറയണം, വസ്ത്രം. ഞാൻ ഒരു കണക്ക് മാത്രം പറയാം, ഒറ്റ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഈദ് സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ്? സൗദി അറേബ്യയിലെയും US-ലെയും ക്രിമിനൽ ഇൻഡെക്സുകളാണ്, കുറ്റത്തിൻ്റെ തോത് സൂചിപ്പിക്കുന്ന 2 ഇൻഡെക്സുകളാണ്. ഒന്ന്, കൊലപാതകം സൗദി അറേബ്യയിൽ 0.88 അമേരിക്കയിൽ 9.51 ബലാത്സംഗ നിരക്ക് 0.33 അമേരിക്കയിൽ 74.53 കൊള്ള 0.98% സൗദി അറേബ്യയിൽ നടക്കുന്നത്. അമേരിക്കയിൽ 243.33 കലാപം 2.11 സൗദി അറേബ്യയിൽ നടക്കുന്നത്. എന്നാൽ 787.12%. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിക ശരീഅ നിയമങ്ങൾ നിലനിൽക്കുന്നിടത്ത്, ശിക്ഷാ നിയമങ്ങൾ നിലനിൽക്കുന്നിടത്തുള്ള വ്യത്യാസമാണ്. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നിലനിൽക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ സ്ത്രീകളോട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം എന്താ? എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത്? 2 കാര്യത്തിനാണ്. അല്ല യുറഫ്ന, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ അല്ല യുദീന, നിങ്ങൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് സൗന്ദര്യത്തെ സംബന്ധിച്ച അമിതമായ സങ്കല്പങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഒരു മഹല്ല് എന്നുള്ളതിലേക്ക് നമുക്ക് പണിയുണ്ട് കേട്ടോ. നിങ്ങൾ ഖുതുബക്ക് വിളിച്ച ആളെന്നുള്ളതിലേക്ക് ഞാൻ പറയാണ്, കേസും ബഹളവും ആയിട്ട് നടക്കലല്ല നമ്മുടെ ഉത്തരവാദിത്വം. കാര്യങ്ങൾ പൊതുവായി എല്ലാവരും അംഗീകരിച്ച് ജനാധിപത്യ നിയമപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് നിന്നുകൊടുക്കുക എന്നുള്ളതാണ്. അടുത്തൊരു സമയത്ത് അടുത്തൊരു ജനറൽ ബോഡി വരുമ്പോൾ വീണ്ടും നോക്കുക എന്നുള്ളതാണ്. ഞാൻ വിഷയത്തിന്റെ മർമ്മത്തേക്ക് വരുന്നതിനാലും ഒരുപാട് പണിയുണ്ട് സുഹൃത്തുക്കളെ. ഈ പൈസ കൊണ്ടൊക്കെ ഒരുപാട് പണിയുണ്ട്. ആ പണിയെടുക്കണം നമ്മൾ. നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹ പേടിയാണ്, വിവാഹം വേണ്ടെന്ന് പറയാണ്. അങ്ങ് ലണ്ടനിൽ പോയി പഠിക്കണം കുട്ടികൾക്ക്. ലണ്ടനിൽ പോയി ജോലി ഉണ്ട് അവിടെ, അതേപോലെ തന്നെ പഠനം ഉണ്ടെന്നാ ഈ അടുത്ത ദിവസം ഒരു രക്ഷിതാവ് വിളിച്ചു. ഈ പയ്യൻ എന്താ പണിയെന്നറിയോ? അവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോമിലാ ജോലി, വൃദ്ധസദനത്തിൽ. അവന്റെ വാപ്പ രോഗിയായി കിടക്കുന്നിടത്ത് ഇരിക്കാനും നിൽക്കാനും സമയമില്ലാത്ത ആൾ അവിടെ പോയിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ സോഷ്യൽ മീഡിയ വഴി കുട്ടികളിങ്ങനെ ഫ്ലൈറ്റിൽ പറക്കണതും ഇറങ്ങണതും ഇങ്ങനെ ജോലിൻ്റെതൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വിട്ടുപോകണം. ഒരു മഹല്ല് എന്ന നിലയ്ക്ക് മിമ്പർ മുതൽക്ക് നമ്മുടെ ഓരോ കുടുംബത്തിലെ അംഗങ്ങൾ വരെയും പല ദൗത്യമുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കിടയിലെ വിവാഹത്തിന്റെ കാര്യങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലിന്റെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ വിധവകളുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒക്കെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പ്രൊജക്റ്റുകളുണ്ട്. ആ പ്രൊജക്റ്റുകൾ ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് പഠിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. ബാലുശ്ശേരിയെ പോലത്തെ ഒരു മഹല്ലിൽ നമ്മൾ ഒന്നിച്ച് തീരുമാനിച്ചാൽ വീടില്ലാത്ത ഒരാളുമില്ലാത്ത മഹല്ല് എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെ സമയം കൊടുക്കണം, ഊർജം കൊടുക്കണം. പണമില്ലാത്തവന്റെ പണവും സമയമില്ലാത്തവന്റെ സമയവുമാണ് നമ്മുടെ യഥാർത്ഥ മുതൽക്കൂട്ട് എന്നത് നമ്മൾ ഓർക്കണം. ഇന്നത്തെ ദിവസം ഫോണിൽ തോണ്ടിയിരിക്കേണ്ട ദിവസമല്ല. ഫോണൊക്കെ ഒന്ന് മാറ്റിവെക്കുക, അയൽപക്കങ്ങളിൽ പോവുക, കുടുംബങ്ങളിൽ പോവുക. ഒറ്റ സന്ദർശനത്തിൽ ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുപോലെ തന്നെ ആരും പോകാൻ സാധ്യതയില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ടാകും. ഒന്ന് ആലോചിക്കുക. രോഗികളായി കഴിയുന്നവരുണ്ടാവും, അവരെ എണീപ്പിച്ച് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. അവര് മരണം കാത്തി കിടക്കുന്ന ബെഡുകളിൽ അങ്ങനെ കഴിയായിരിക്കും. അവരൊന്നും കേൾക്കുന്നുണ്ടാവില്ല, പക്ഷേ ഒക്കെ കേൾക്കുന്നുണ്ടാവും, പ്രതികരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരെടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. കോമാ സ്റ്റേജിലുള്ള രോഗിയുടെ അടുത്ത് കൊണ്ടുപോയിരുന്ന് സംസാരിക്കുക. ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്.
ഇവിടെയൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ വിചാരിച്ച ചിലപ്പോൾ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയറിലോ ഒക്കെ വരാവുന്ന കുറേ കുടുംബങ്ങളുണ്ടാകും, കുറേ വ്യക്തികളുണ്ടാകും. ഈ പെരുന്നാൾ ദിവസമെങ്കിലും ഈ സൊഫിന്റെ ബാക്കിൽ അവരിങ്ങനെ ഇരിക്കണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനൊക്കെ പദ്ധതി ഉണ്ടാക്കണം. അതിന് പദ്ധതി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം മനസ്സമാധാനം കിട്ടണം, മഹല്ലിൻ്റെ ഉള്ളിൽ മനസ്സമാധാനം കിട്ടണം, അല്ലേ? അത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറയണം. പറഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തെ ജനസമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കുണ്ടായിരിക്കാൻ കൂടുതൽ സുരക്ഷിതമായ ഒരു ഗവൺമെൻറ്റിനെ അള്ളാഹു നമുക്ക് എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. അത് കൂടുതൽ ഭദ്രമായി നിലനിൽക്കുകയും ഫാസിസ്റ്റുകളുടെ തന്ത്രങ്ങൾ തകർന്നടിയുന്നത് കാണാനുള്ള, കണ്ണുകൊണ്ട് കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭക്ഷണത്തിന് ഭക്ഷണപാത്രവും കൊണ്ട് കാത്തു നിൽക്കുന്ന ഗസയിലെ മുഴുവൻ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണപാത്രങ്ങളിലേക്ക് നീ ഭക്ഷണത്തെ എത്തിക്കണേ അള്ളാഹുവേ. അവിടുത്തെ വിധവകൾക്ക് നീ ആത്മധൈര്യത്തെ കൊടുക്കണേ അള്ളാഹുവേ. അവിടുത്തെ പോരാളികൾക്ക് നീ ശക്തി കൊടുക്കണേ അള്ളാഹുവേ. അവർക്ക് നീ മനസാന്നിധ്യത്തെ കൊടുക്കണേ അള്ളാഹുവേ. ഗസയുടെ, ഫലസ്തീനിൻ്റെ, ഖുദ്സിൻ്റെ ആകാശത്ത് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണ സൂര്യൻ ഉദിക്കുന്നത് കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ. ഈ മഹല്ലിലെ സൊഫിൽ ഒന്നിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകൾക്ക് നീ കൂടുതൽ ഐക്യത്തെ നൽകണേ അള്ളാഹുവേ. പിടിവാശികളിൽ നിന്ന് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും നീ മോചിപ്പിക്കണേ അള്ളാഹുവേ. ഇവിടുത്തെ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള മഹാഭാഗ്യത്തെ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹുവേ. മരിക്കുമ്പോൾ മുഅ്മിനീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുത്തഖീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹുവേ. ഈ മഹല്ലത്തിൻ്റെ മഖ്ബറയിൽ കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ ഖബറിടങ്ങളും നീ വിശാലമാക്കണേ അള്ളാഹുവേ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹുവേ. ഞങ്ങളിൽ നിന്ന് വേദന അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണേ അള്ളാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.